بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1461 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا فقد احتملوا بهتانا وإثما مبينا صدق الله العلي العظيم. സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 58 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന് ഉപകരിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ പ്രത്യേകമായി വിശ്വാസികൾക്കില്ലാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി മാത്രമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠന വിധേയമാക്കിയ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുന്ന രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ വിലയിരുത്തുന്നതും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മേൽ ആക്ഷേപങ്ങൾ ചൊരിയുന്നതും ഒക്കെ തന്നെ വലിയ കുറ്റകരമായ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങളായിട്ടാണ് പരിഗണിക്കപ്പെടുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. ആ ഒരു സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പത്നിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഭവനങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ പുലർത്തേണ്ട മര്യാദകളും അവര് പിന്തുടരേണ്ട ചില രീതികളുമൊക്കെ എങ്ങനെയായിരിക്കണം എന്നതൊക്കെയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിക്കുകയുണ്ടായത്. അതിനോടനുബന്ധിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീന് അവരുടെ ഭവനങ്ങളിൽ ആരൊക്കെ എന്റർടൈൻ ചെയ്യാം, അവിടെ ആരുമായിട്ടൊക്കെ സ്വതന്ത്രമായ ഇടപഴകലുകൾ പാടുണ്ട്, ആരൊക്കെയാണ് മറക്കപ്പുറത്ത് നിന്നുകൊണ്ട് മാത്രം ബന്ധപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും വ്യക്തമാക്കപ്പെട്ടു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ഈ 3 ആയത്തുകൾ വരുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ സൂറത്തിൽ തന്നെ
വിശ്വാസികൾ കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായി അത്തരം സംഗതികൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ഘട്ടങ്ങളിൽ അവർക്ക് കരുത്ത് നൽകുന്ന വിധത്തില് അവരെ വളരെ ലളിതമായ എന്നാൽ വളരെ പ്രാധാന്യമുള്ള വിധത്തിൽ തന്നെ എങ്ങനെ കരുത്ത് നേടാം എന്നത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ വളരെയേറെ അധികരിപ്പിച്ചുകൊണ്ട് കരുത്ത് നേടുക, എംപവേർഡ് ആവുക എന്നതാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത് നമ്മൾ അവിടെ കാണുകയുണ്ടായത്. വിശ്വാസത്തിന്റെ മാർഗത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ അവയെ നേരിടാൻ വലിയ പ്രതിസന്ധികൾ അല്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക പ്രത്യക്ഷത്തിൽ വിലയിരുത്തുന്ന ആളുകൾക്കൊക്കെയും തന്നെ വളരെ ഹോപ്പ്ലെസ് ആയ ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഭീതിജനകമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുന്നതിലും അവനെ വാഴ്ത്തുന്നതിലും മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്ന ഒരു സൂത്രം, അങ്ങനെയുള്ള ഒരു ഹിക്മത്ത് അള്ളാഹു നേരത്തെ ഇതേ സൂറത്തില് പഠിപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നമുക്കൊക്കെ പകർന്നു തന്നത് നമ്മൾ കാണുകയുണ്ടായി. ഇവിടെ സമാനമായ ഒരു വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു മറ്റൊരു ഹിക്മത്ത് വിശ്വാസികളെ പഠിപ്പിക്കുകയാണ് ഈ 3 ആയത്തുകളിലായിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അധിക്ഷേപിക്കപ്പെടുന്നു, അകാരണമായിട്ട് കുറ്റങ്ങള് ഉന്നയിക്കപ്പെടുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ വ്യക്തിഹത്യക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശത്രുക്കൾ. മുഖ്യമായും 3 വിഭാഗങ്ങളിൽ പെടുന്ന ശത്രുക്കളാണ് ഈ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി രംഗത്ത് വന്ന മുശ്രിക്കുകൾ, ബഹുദൈവാരാധകരായ മക്കയിലെയും ചുറ്റുപാടിലെയൊക്കെ ആളുകൾ, വിശേഷിച്ച് ഖുറൈശി ശത്രുക്കൾ. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതോടെ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്ന യഹൂദ ഗോത്രങ്ങളിൽ പെട്ട ആളുകൾ. മൂന്നാമത്തത്, വിശ്വാസികളുടെ സമൂഹത്തിന്റെ ഭാഗമായി തന്നെ നിലകൊള്ളുകയും ഭൗതിക താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിരുന്ന കപടവിശ്വാസികൾ. ഈ 3 വിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ പല നിലക്കും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നടന്നുകൊണ്ടിരുന്ന കാര്യം. അപ്പോ പ്രത്യക്ഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ ചെയ്യുക, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ താറടിച്ച് കാണിക്കുക, ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിസ്തുലനായ സ്വഭാവ ഗുണങ്ങളുള്ള, ഏറ്റവും മഹത്വമുള്ള സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയെ ഏറ്റവും നികൃഷ്ടമായ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്ന വളരെ മ്ലേച്ഛമായ ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊരു അധിക്ഷേപം ചൊരിയുന്ന ഒരു രീതി നടപ്പിലാകുമ്പോൾ അത് ചരിത്രത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവം അല്ല, അത് ആ ഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്നതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമുഖത്ത് നിന്ന് തന്നെ പോയി കാലങ്ങൾ കഴിഞ്ഞിട്ടും 1.5 സഹസ്രാബ്ദങ്ങൾ തന്നെ പിന്നിട്ട ശേഷവും നമ്മൾ ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ വിരോധികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിനചര്യ പോലെ അവര് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് അദ്ദേഹം എന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അധിക്ഷേപം അദ്ദേഹത്തിന്റെ മേൽ ചൊരിയാൻ അവർ മുതിരുമായിരുന്നില്ല. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ, അതും മനുഷ്യന്റെ സൃഷ്ടിപ്പ് നിർവഹിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ഭാരിച്ചതായ ചുമതല നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകന് ഇതുപോലെയുള്ള അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നത് അത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രം ആയിട്ട് പരിമിതപ്പെടുത്താവുന്ന ഒരു കാര്യമല്ല. തുടർന്ന് അങ്ങോട്ട്
എത്രയോ നൂറ്റാണ്ടുകളായിട്ട് യൂറോപ്പിലെ ഓറിയന്റലിസ്റ്റുകളും അതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ഇസ്ലാമിനോട് വിരോധം കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ആളുകളും യുക്തിവാദികളും ഒക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കാനും യഥാർത്ഥത്തിൽ തന്നെ അദ്ദേഹം അർഹിക്കുന്ന വിധത്തിലുള്ള ആ വ്യക്തിപ്രഭാവം ലോകത്തിന് ദർശിക്കാൻ കഴിയുന്ന വിധത്തില് തിളക്കമുള്ളതായി നിലനിർത്താനുമുള്ള ഒരു വഴി എന്നതാണ് അള്ളാഹു ഇവിടെ ഈ ആയത്തുകളിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് വായിച്ച് അതിന്റെ പ്രാഥമികമായ സാരം ആദ്യം മനസ്സിലാക്കാം. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു, വ മലായികതഹു, അവന്റെ മാലാഖമാരും, എന്ന് വെച്ചാൽ അള്ളാഹുവും മാലാഖമാരും തീർച്ചയായും യുസല്ലൂന അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്വലാത്ത് എന്ന വാക്കാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സ്വലാത്ത് ആശംസിക്കുന്നു. അതുപോലെ അവന്റെ മാലാഖമാരും അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലാണ് ഈ പ്രയോഗങ്ങൾ. തീർച്ചയായിട്ടും നമുക്കിതിലേക്ക് തിരിച്ചു വരാം, കൂടുതൽ അതിന്റെ അർത്ഥ സൂചനകൾ മനസ്സിലാക്കാൻ വേണ്ടി. മാലോകര് മുഴുവനും അദ്ദേഹത്തെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അതൊന്നും ഫലവത്താവാത്ത വിധത്തില് പ്രപഞ്ചനാഥൻ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവും അവന്റെ ഈ ഭൂലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കൈകാര്യകർത്താക്കളായിട്ട് അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് അവൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള അവന്റെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ മലക്കുകൾ. ഈ മലക്കുകളും ഒക്കെ തന്നെ എന്താ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തില്? അള്ളാഹു അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ മാലാഖമാരും അദ്ദേഹത്തിന് സ്വലാത്ത് ആശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് വസ്തുത. അല്പബുദ്ധി മാത്രമുള്ള, കാര്യങ്ങളുടെ മുൻ പിൻ ഒന്നും അറിയാത്ത മനുഷ്യരുടെ കൂട്ടത്തിലെ ചിലരാണ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുഴുകാലങ്ങളിലെയും സംഗതികളും അറിയുന്ന അള്ളാഹുവും അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായ അവന്റെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വലാത്ത് ആശംസിച്ചുകൊണ്ട് സാന്ത്വനിപ്പിക്കുകയും അദ്ദേഹത്തെ ഈ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അദ്ദേഹത്തെ എല്ലാ നിലക്കും പിന്തുണക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു, അവരെന്താണ് ചെയ്യുന്നത്? യുസല്ലൂന അലൻ നബി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ അവര് സ്വലാത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നു, അവര് സ്വലാത്ത് ആശംസിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ചെയ്യുന്നു, അവന്റെ മലക്കുകളും ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനു, അതുകൊണ്ട്, എന്നിട്ട് അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം കൊണ്ടവരെ, വിശ്വാസം ഉൾക്കൊള്ളുകയുണ്ടായവരെ, വിശ്വാസികളെ, സ്വല്ലു അലൈഹി, നിങ്ങളും അദ്ദേഹത്തിന് സ്വലാത്ത് ആശംസിച്ചുകൊണ്ടിരിക്കുക, വസല്ലിമു തസ്ലീമ, അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ നേർന്നുകൊണ്ടിരിക്കുക. സ്വലാത്തും സലാമും ആശംസിക്കുക. വിശ്വാസികളെ നിങ്ങൾ ചെയ്യേണ്ടത് അതാണ്. നിഷേധികളും കപടന്മാരും അള്ളാഹുവിന്റെ പ്രവാചകനെ ഇകഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോ നിങ്ങൾ നിരന്തരമായി അദ്ദേഹത്തെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ ആശംസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അള്ളാഹു ഒരു മറുമന്ത്രമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്നൊന്ന് ഒരു വാനലോകത്ത് നിന്നുകൊണ്ടൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. ലോകത്തിന്റെ ഈ ഭൂമുഖത്തിന്റെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലുമായിട്ട് ബാങ്കുലികൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരു മുമ്പൊരിക്കലും വളരെ പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് മാസികയിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു ആർട്ടിക്കിൾ ഓർത്തു പോവുകയാണ്. അതില്
വരച്ചു കാണിക്കുന്ന ഒരു ചിത്രം ഇങ്ങനെയാണ്. ലോകത്തെ എല്ലാ കെട്ടിടങ്ങളിലെയും വിളക്കുകളൊക്കെ അണയ്ക്കുക, രാത്രിയായി, ഇരുട്ടായി. എന്നിട്ട് നമ്മൾ ആകാശത്ത് നിന്ന് ഒരു ഏരിയൽ വ്യൂ എടുക്കുകയാണ്, അല്ലെങ്കിൽ വാനലോകത്ത് നിന്ന് നമ്മളൊന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പൊ ഭൂമി പൂർണ്ണമായും ഇരുട്ടിലാണ്. ആ ഘട്ടത്തില് ഓരോ മസ്ജിദിലും ബാങ്ക് വിളിക്കുന്നതിന് വേണ്ടി അവിടങ്ങളിൽ ഇങ്ങനെ വെളിച്ചം കത്തിക്കുന്നു, അല്ലെങ്കിൽ വിളക്കുകൾ ബൾബുകൾ ഓണാക്കി ഇടുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പൊ ഒന്ന് നിരീക്ഷിച്ചാല് ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരന്തരം ദീപങ്ങള് അവിടങ്ങളിൽ കത്തിക്കപ്പെടുന്നതാണ് ഉണ്ടാവുക. ഒരു നേരം പോലും ഭൂമുഖത്ത് എവിടെയും വിളക്ക് അണയുന്നില്ല. എല്ലായിടങ്ങളിലും മസ്ജിദുകളുടെ തുടർന്ന് മസ്ജിദുകൾ, അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളില് ചെറിയ ചെറിയ സമയ വ്യത്യാസങ്ങളിലായിട്ട് അവിടെയൊക്കെ ദീപം തെളിയുകയാണ്, വിളക്ക് കത്തുകയാണ്. അവിടുന്നൊക്കെയും ബാങ്കുലി മുഴങ്ങുകയാണ്. അവിടുന്നൊക്കെയും അള്ളാഹുവിന്റെ പ്രവാചകനെ പരാമർശിച്ചുകൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ് എന്നത് വളരെ ശക്തമായ വിധത്തില് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബാങ്കുലികൾ ഉയർന്നു വരികയാണ്. എന്നാലോചിച്ച് നോക്കൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ ആക്ഷേപങ്ങൾ ചൊരിയുന്നവരും അദ്ദേഹത്തിനെ വ്യക്തിഹത്യ ചെയ്യുന്നവരും ഒക്കെ ലോകത്ത് കുറെ എണ്ണം ഉണ്ടാകും. പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് അപ്രസക്തമാക്കുന്ന വിധത്തിലാണ് ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിൽ നിന്നുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഏറ്റവും തിളക്കമാർന്നതായി കാണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകനായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും അതുപോലെ ബാങ്കുലിയുടെ വചനങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നത് വളരെ വളരെ ആകർഷകമായ ഒരു കാഴ്ചയായിട്ടാണ് ഞാൻ വായിച്ച ആ ലേഖനത്തിൽ അതിനെ വിവരിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹുവിന്റെ പ്രവാചകന് നേരെ അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ വളരെ വികൃതമായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായിട്ട് നടക്കുമ്പോൾ വിശ്വാസികൾക്കൊരു ബാധ്യതയുണ്ട്. അവരൊക്കെയും തന്നെ ആ പ്രവാചകന്റെ മാർഗദർശനം കൊണ്ട് പ്രയോജനം നേടിയ ആളുകളാണ്. അവർക്ക് അവരുടെ മാർഗദർശിയായ പ്രവാചകനോടൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കുന്ന വിധത്തില് അവര് അദ്ദേഹത്തിന് സ്വലാത്തും സലാമും ആശംസിക്കുക എന്നതാണ്. അത് മാത്രമല്ല, അത് വാച ഉള്ള ഒരു ഒരു കടപ്പാട് പ്രകടിപ്പിക്കലാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പതിപ്പുകളായിട്ട്, ജീവിക്കുന്ന കർമ്മ മാതൃകകളായിട്ട് അവർ മാറുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വലാത്തും സലാമും ഒക്കെ ആശംസിക്കുക എന്നത്, ഇത് അദ്ദേഹത്തോട് അവർ നിർവഹിക്കേണ്ട ഒരു കടപ്പാടാണ്, ഒരു പ്രതിബദ്ധത കാണിക്കലാണ് എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കി തരുന്ന ഒരു കാര്യം. അപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ മേൽ ചൊരിയപ്പെടുന്ന സകല ആക്ഷേപങ്ങളും അത് നിഷ്പ്രഭമായി പോകും, അപ്രസക്തമായി പോകും. ഇപ്പോ നടക്കുന്ന അതാണ്. ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും, അത് വർഷങ്ങളുടെ കണക്കിലെടുക്കുകയാണെങ്കിൽ തന്നെ, ഓരോ വർഷവും പലതവണ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അധിക്ഷേപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ പലരും ചൊരിഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊക്കെയും അപ്രസക്തമാക്കുന്ന വിധത്തിൽ ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ഏറ്റവും തിളക്കമാർന്നതായി കാണിക്കപ്പെടുന്ന ഒരു വലിയ അനുയായ വൃന്ദം അദ്ദേഹത്തിന് ലോകത്തെല്ലായിടത്തുമായി ഉണ്ടായി വന്നിട്ടുണ്ട്. അവരൊക്കെയും നിരന്തരം അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ നിർദ്ദേശമാണിത്. അത് ഇന്നല്ലാഹ വ മലായികതഹു, നിശ്ചയമായിട്ടും അള്ളാഹു അവന്റെ മാലാഖമാര് അവരൊക്കെ ചെയ്യുന്നുണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവര് സ്വലാത്ത് ആശംസിച്ചു കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി, നിങ്ങള് അദ്ദേഹത്തിന്റെ മേൽ സ്വലാത്ത് ആശംസിക്കുക. വസല്ലിമു തസ്ലീമ, അദ്ദേഹത്തിന് ശാന്തി സമാധാനങ്ങൾ നേരുകയും ചെയ്യുക. അള്ളാഹുവിന്റെ നിർദ്ദേശമാണിത് വിശ്വാസികളോട്. അത് ചെയ്തു കഴിഞ്ഞാൽ
നിങ്ങൾ ആ പ്രതിബദ്ധത കാണിച്ചുകൊണ്ടിരുന്നാൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ ഉയർത്തി കാണിക്കാനും അദ്ദേഹത്തോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഈ ഒരു നിലപാട് സ്വീകരിക്കാനും നിങ്ങൾ സന്നദ്ധരായാൽ നിഷേധികള്, ബഹുദൈവാരാധകര്, കപടന്മാര്, അതുപോലെ വിരോധം വെച്ച് പുലർത്തുന്ന വേദ സമൂഹത്തിലെ ആളുകൾ, ഇവരൊക്കെയും തന്നെ ഉയർത്തുന്ന, ഇവരൊക്കെയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അധിക്ഷേപങ്ങള് പൂർണ്ണമായിട്ടും അപ്രസക്തമാവും. അതൊക്കെ അതിൽ മുങ്ങിപ്പോവും, കാണാതെയായി പോവും. അതിനു മാത്രം അത് അവയൊക്കെയും തന്നെ നിർവീര്യമാക്കപ്പെടും എന്നാണ് അള്ളാഹുവിടെ നൽകുന്ന ഒരു സൂചന. ഇത് വലിയൊരു ഹിക്മത്താണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രതിസന്ധികൾ നേരിടുകയും അവയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വളരെ ലളിതമായ ഒരു കാര്യം അള്ളാഹു പഠിപ്പിച്ചു തന്നു. എന്താണത്? ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. അള്ളാഹുവിനെ നിരന്തരമായി ആവർത്തിച്ച് നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്മരണയില് എല്ലാം ഒഴുകിപ്പോകും. എല്ലാ ഭയവും, എല്ലാ വിഷമവും, എല്ലാ വ്യസനവും പൂർണ്ണമായിട്ട് ഇല്ലാതായി പോകും. അതേപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന് സ്വലാത്തും സലാമും ആശംസിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളൊക്കെ തന്നെ നിർവീര്യമാകും എന്നതാണ് ഇവിടെ പരോക്ഷമായിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. നേരത്തെ അള്ളാഹുവിനെ ദിക്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിടത്തും അത് ചെയ്താൽ ഇന്നത് ഉണ്ടാവുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പശ്ചാത്തലത്തില് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ ആയത്തുകള് എവിടെയാണ് അള്ളാഹു പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തോ ഒരു ബന്ധം നേരത്തെ നമ്മൾ വായിച്ച ആയത്തുകളുമായിട്ട് ഈ ആയത്തുകൾക്കുണ്ട് എന്നത്. അപ്പൊ ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ആശംസിച്ചുകൊണ്ടിരിക്കാനാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇത് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയാണ്. അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും പാലിക്കപ്പെടാനുള്ളതാണ്. അതിന്റെ സംവാദങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ തൽക്കാലം ഞാൻ കടക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന് സ്വലാത്ത് ചൊല്ലാൻ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ആശംസിക്കാൻ, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ട ഒരു ഘട്ടത്തില് അതിന് ചുണ്ടനക്കാൻ, നാവനക്കാൻ ഒരാൾ മുതിരുന്നില്ല എങ്കിൽ അത് തികഞ്ഞ ലുബ്ധാണ്, പിശുക്കാണ് എന്നാണ് ഒരു ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പരാമർശിക്കപ്പെടുന്നു, എന്നിട്ട് അദ്ദേഹത്തിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മടിക്കുകയാണ്, ആളുകൾ സന്നദ്ധാവുന്നില്ല എങ്കിൽ അതിനേക്കാൾ വലിയ ലുബ്ധ് വേറെ ഇല്ല. അതേറ്റവും വലിയ പിശുക്കാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ഹദീസിലൂടെ വ്യക്തമാക്കിയത്. അപ്പൊ തുടർന്ന് അള്ളാഹു പറയുന്നതാണ്, ഇന്നല്ലദീന യുദൂനല്ലാഹ വറസൂലഹു. നിശ്ചയമായിട്ടും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പ്രയാസപ്പെടുത്തുന്നവർ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിക്കുന്നവർ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹു അവരെ ഈ ദുനിയാവിലും പാരത്രിക ലോകത്തും ശപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹു അവരുടെ മേൽ ശാപം ചൊരിഞ്ഞിരിക്കുന്നു. ഈ ദുനിയാവിൽ അവർക്ക് ശാപമാണുള്ളത്, പാരത്രിക ലോകത്തും അവർക്ക് ശാപമാണുള്ളത്. ആർക്കാണ്? അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിക്കുന്നവർ. രണ്ട് നിലപാടേ സാധ്യമാവുന്നുള്ളൂ. ഒന്നുകിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിന് സ്വലാത്തും സലാമും ആശംസിക്കുകയും ചെയ്യുക എന്നതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിനെ നിരാകരിക്കുകയും തള്ളിക്കളയുകയും അദ്ദേഹത്തോട് പല അളവിലുള്ള ദ്രോഹങ്ങൾ അദ്ദേഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹുവിനെ ദ്രോഹിക്കുന്നവർ, അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവർ, രണ്ടു കൂട്ടരും അള്ളാഹുവിന്റെ ശാപങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ്. ഈ ഭൗതിക ലോകത്ത് അവര് അള്ളാഹുവിന്റെ ശാപങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്. പാരത്രിക ലോകത്തും അവര് അള്ളാഹുവിന്റെ ശാപമാണ്
വാങ്ങാനിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയാണ് അഅദ്ദലഹും അദാബൻ മുഹീന, അപമാനകരമായൊരു ശിക്ഷയും അവർക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അദാബും മുഹീൻ, ആ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നവര് വല്ലാതെ അപമാനിതരാവുന്ന വിധത്തിലുള്ള ശിക്ഷ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ലോകത്തും ഉണ്ടാവും, ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും. അള്ളാഹുവിനെ ദ്രോഹിക്കുന്ന ആളുകൾ, ഇവിടെ മുഖ്യമായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകനെ ദ്രോഹിക്കുന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തില് അള്ളാഹുവിന്റെ പ്രവാചകനെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെ ദ്രോഹിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. അതിന്റെ മുമ്പ് ഇവിടെ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവര് ഐഹിക ലോകത്ത് അപമാനമേറ്റുവാങ്ങുന്ന വിധത്തിലുള്ള ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരിക. അതേപോലെ തന്നെ പാരത്രിക ലോകത്തും അതുപോലെയുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മുടെ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ താറടിച്ച് കാണിക്കുന്ന വിധത്തിലുള്ള പല പ്രവർത്തനങ്ങളും പല മേഖലകളിൽ നിന്നും പല തൊഴിൽ രംഗങ്ങളിലൊക്കെ പലരും ചെയ്യുന്നത് നമുക്ക് നിരന്തരം കാണാൻ സാധിക്കാറുണ്ട്. അവരുടെയൊക്കെ ജീവിത തലങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ അള്ളാഹുവിന്റെ ശാപം അവരെ ഏറ്റുവാങ്ങേണ്ടി വന്നത് എവിടെയൊക്കെ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് എന്നത് വളരെ തെളിഞ്ഞ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഐഹിക ലോകത്തും അവര് ദൈവിക ശാപത്തിന്റെ ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരും. പാരത്രിക ലോകത്തും അള്ളാഹുവിന്റെ ശാപം അവർ ഏറ്റുവാങ്ങേണ്ടി വരും. അള്ളാഹു സൂചിപ്പിക്കുന്ന കാര്യം ഇതാണ്, വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതിനെ തുടർന്ന് അള്ളാഹു പറയുകയാണ്, വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിക്കുന്നവർ ബിഗൈരി മക്തസബു, അവരെന്തെങ്കിലും കുഴപ്പം ചെയ്തതിന്റെ പേരിലല്ല, ഒരു കുറ്റത്തിനും ആക്ഷേപത്തിനും കാരണക്കാരാവാതെ തന്നെ, ഒരു തെറ്റും ചെയ്യാത്തവരായിക്കൊണ്ട് തന്നെ വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികളോ വിശ്വാസിനികളോ എന്തെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടല്ല, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പിഴവുണ്ടായതുകൊണ്ടോ അവരെന്തെങ്കിലും അക്രമം ചെയ്തുകൊണ്ടൊന്നുമല്ല, അതൊന്നുമല്ലാതെ അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് അള്ളാഹു പറയുന്നത് വല്ലദീന യുഊദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ബിഗൈരി മക്തസബു, അവരുടെ കാര്യത്തില് ഫഖദ് ഇഹ്തമലു ബുഹ്താനം വഇസ്മൻ മുബീന എന്നാണ്. അവർ യഥാർത്ഥത്തിൽ സ്വന്തം ദേഹത്തേക്ക് വാങ്ങിവെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വ്യാജവും അതുപോലെ തന്നെ വ്യക്തമായ കുറ്റവുമാണ്. വിശ്വാസികളെ ദ്രോഹിക്കുക, വിശ്വാസിനികളെ ദ്രോഹിക്കുക ഒരു കാരണം ഉണ്ടായിട്ടല്ല. എത്രയോ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതൊരു തുടർക്കഥയാണ്. നിരന്തരമായിട്ട് സത്യവിശ്വാസ മാർഗം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ പല കള്ള ആരോപണങ്ങളും നടത്തിക്കൊണ്ട് അവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോ വസ്ത്രധാരണത്തിലെ ഒരു വ്യത്യസ്തത മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ആക്ഷേപിക്കാൻ അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ പോലും നിരന്തരമായിട്ട് പല വിധത്തിലുള്ള ദ്രോഹങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇസ്ലാം കടന്നു ചെന്ന എല്ലാ പ്രദേശങ്ങളിലും ഇസ്ലാമിനോട് ആളുകൾ ശത്രുത കാണിച്ചുകൊണ്ട് നിലക്കൊണ്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പ് സത്യം ബോധ്യപ്പെടുന്നത് വരെ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ആദ്യകാല വിശ്വാസികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിട്ടല്ല, ബിഗൈരി മക്തസബു, അവരെന്തെങ്കിലും ചെയ്തതിന്റെ പേരിലോ പറഞ്ഞതിന്റെ പേരിലോ ഒന്നുമല്ല. അങ്ങനെ അല്ലാതെ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിക്കുന്നവർ ഫഖദ് ഇഹ്തമലു, അവര് വഹിച്ചു കഴിഞ്ഞിരിക്കുന്നു, അവര് ചുമന്നിരിക്കുന്നു. എന്താ ചുമന്നിട്ടുള്ളത്? ബുഹ്താനൻ, വലിയ വ്യാജം, കള്ളമാണ് അവര്
ചുമലിലേറ്റിയിട്ടുള്ളത്. കള്ളം ഏറ്റിയവൻ അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും, ഒരു സംശയവുമില്ല. വ്യാജം ചുമലിലേറ്റിയ ആള് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അതിന്റെ ഭവിഷ്യത്ത് നേരിടേണ്ടി വരും. ഫഖദിഹ്തമലു ബുഹ്താന. ബുഹ്താൻ എന്ന് പറഞ്ഞ ഏറ്റവും വ്യാജമായ ഒരു സംഗതിയാണ്, അടിസ്ഥാനരഹിതമായ പച്ചക്കള്ളമായ കാര്യം. അത് ആണ് സ്വന്തം ഐഡിയോളജി ആയിട്ട്, സ്വന്തം പ്രത്യയശാസ്ത്രമായിട്ട് അത്തരം ആളുകൾ ചുമലിലേറ്റുന്നു. വ്യാജമായ ഒരു സംഗതി, ബേസ്ലെസ് ആയ, ഏറ്റവും ഫൂളിഷ് ആയ ഒരു ആശയം ആദർശമായിട്ട് തലയിലേറ്റിയിട്ടുള്ള ആളുകളാണ്. അതുപോലെ അതിന്റെ ബുഹ്താൻ, ഈ വ്യാജം ചുമന്നതിന്റെ ഭവിഷ്യത്ത് അവര് ഏറ്റുവാങ്ങേണ്ടി വരും. അതുപോലെ ഇസ്മം മുബീന, വളരെ വ്യക്തമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വലിയ ക്രൈമാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ക്രൈമാണ്, ഇജ്റാം പോലെ തന്നെയുള്ള ഒരു പ്രയോഗമാണ്. ഇജ്റാം എന്നുള്ള വാക്കിൽ നിന്നാണ് അറബി, ഇംഗ്ലീഷിലെ ക്രൈം എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അത് അറബികളുടെ ഈജിപ്ഷ്യൻസിന്റെ ഉച്ചാരണമുണ്ട്, ഇഗ്രാം. അതിൽ നിന്നാണ് ക്രൈം എന്ന ഇംഗ്ലീഷ് വാക്ക് വന്നിട്ടുള്ളത് എന്നത് ആണ് എന്റെ എറ്റിമോളജിക്കൽ ആയിട്ടുള്ള പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഇസ്മാണ്, വലിയ പാപമാണ്, വലിയ കുറ്റകരമായ പാപമാണ് ഇവര് ചെയ്തിട്ടുള്ളത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിക്കുക, കാരണമൊന്നുമില്ലാതെ തന്നെ ദ്രോഹിക്കുക, അതിന്റെ ഭവിഷ്യത്ത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് ഒരു സംശയത്തിനും സ്പേസ് ഇല്ലാത്ത വിധത്തില് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഈ 2-3 ആയത്തുകൾ, ഇതില് സ്വലാത്ത്, സലാമ് പോലെയുള്ള വിഷയങ്ങള് നമ്മുടെ ശ്രദ്ധ പ്രത്യേകം പതിയേണ്ട ചില വിശദാംശങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ 3 ആയത്തുകളുടെ വിശദീകരണങ്ങൾ, ഈ സ്വലാത്ത്, സലാമ് പോലെയുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു സെഷനിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാണ്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഈ 3 ആയത്തുകളുടെ പഠനം തുടരാം. ഈ ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായും മനസ്സിലാക്കി വെക്കേണ്ട ചില വിശദാംശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാം. ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, ഈ 3 ആയത്തുകളുടെ രത്ന ചുരുക്കം ഇതാണ്. അള്ളാഹുവും അവന്റെ മാലാഖമാരും അവന്റെ പ്രവാചകനെ സ്വലാത്തും സലാമും കൊണ്ട് ആശംസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വലാത്തും സലാമും അവർക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നാളെ പറയുമ്പോൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. അള്ളാഹുവും അവന്റെ മാലാഖമാരും സ്വലാത്ത് ചെയ്യുന്നുണ്ട്. വിശ്വാസികളെ നിങ്ങളും അദ്ദേഹത്തിന് സ്വലാത്ത് ആശംസിക്കുക, അദ്ദേഹത്തിന് സലാമും ആശംസിക്കുക. ഇതാണ് പറയുന്നതിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുപോലെ വിശ്വാസികളെയും വിശ്വാസിനികളെയും ദ്രോഹിക്കുന്നവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ഭീകരമായ അബദ്ധമാണ്. അതിന്റെ ഭവിഷ്യത്തായിട്ട് അവർ അള്ളാഹുവിന്റെ ശാപം 2 ലോകത്തും ഏറ്റുവാങ്ങാനിരിക്കുകയാണ്. അതുപോലെ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിക്കുക എന്ന് പറഞ്ഞാലുള്ള അതിന്റെ സൂചന എന്താണ്? അതുപോലെ വിശ്വാസികളെ ദ്രോഹിക്കുന്നതിന്റെ ഫലമായിട്ട്, അങ്ങനെ ചെയ്യുക വഴിയായിട്ട് അവര് എത്ര വലിയ വ്യാജമാണ് തലയിലേറ്റുന്നത്, അതിന്റെ ഇസ്മ, അതിന്റെ പാപം എത്ര കടുപ്പമുള്ളതാണ് എന്നതൊക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.